മാറ്റങ്ങൾ വരുത്താൻ വിസമ്മതിച്ചതിനാലാണ് സോണിയാഗാന്ധിയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കാത്തത് എന്ന വാർത്തകൾ തെറ്റാണെന്ന് പെൻഗ്വിൻ ഇന്ത്യ. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തങ്ങൾക്ക് പൂർണ്ണ താൽപര്യമുണ്ടായിരുന്നു. വസ്തുതകൾ പരിശോധിക്കുന്നതും മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതും പ്രസിദ്ധീകരണ പ്രക്രിയയുടെ സ്വാഭാവിക ഭാഗമാണ്. എഴുത്തുകാരിയുമായി നടത്തിയ രഹസ്യ ചർച്ചകളുടെ വിവരങ്ങൾ പുറത്തുവിടില്ലെന്നും പെൻഗ്വിൻ ഇന്ത്യ വ്യക്തമാക്കി. നോബൽ മാരിക്കാരൻ ചേരുന്നു. നോബൽ, ഇപ്പോൾ പെൻഗ്വിൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഈ വിശദീകരണം അവരതിൽ പറയുന്നത് എന്താണ്? ഒരു വസ്തുതാ പരിശോധന നടത്തിയിട്ടുണ്ട്, പക്ഷെ അത് സ്വാഭാവികമായതാണെന്നാണ് പറയുന്നത്. പക്ഷെ നേരത്തെ പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇവരുടെ വിശദീകരണം ഇപ്പോൾ എന്താണ്? റോഷ്നി, സോണിയാഗാന്ധിയുടെ ആത്മകഥ ബിലോങ്ങിങ് എ ജേർണി ഓഫ് ലവ് പെൻഗ്വിൻ ബുക്ക് പ്രസിദ്ധീകരിക്കും എന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായത്. എന്നാൽ പുസ്തകത്തിൽ ചില മാറ്റങ്ങളും ഒപ്പം ചില ഭാഗങ്ങൾ തിരുത്തലും വേണമെന്ന ആവശ്യം പെൻഗ്വിൻ ഇന്ത്യ ഉന്നയിച്ചു. അതിന് പിന്നാലെ സോണിയാഗാന്ധിയെ വിസമ്മതിച്ചതിന് പിന്നാലെയാണ് പ്രസിദ്ധീകരണത്തിന് പെൻഗ്വിൻ ഇന്ത്യ മാറിയത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായത്. എന്നാൽ ഇതിനെ പൂർണ്ണമായി, അതായത് ഇന്ത്യയിൽ പ്രസാധകർ തങ്ങളല്ല എന്ന് സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ പെൻഗ്വിൻ ഇന്ത്യ. ഒപ്പം മാറ്റങ്ങൾ വരുത്താൻ വിസമ്മതിച്ചാണ് പുസ്തകം പ്രസിദ്ധീകരിക്കാതിരിക്കാനുള്ള കാരണം എന്ന വാർത്തകളെ തള്ളുകയും ചെയ്യുന്നുണ്ട്. വസ്തുതകൾ പരിശോധിക്കുന്നതും മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതും പ്രസിദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമാണ്. എല്ലാ ഘട്ടത്തിലും പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തങ്ങൾ പൂർണ്ണ താല്പര്യമുണ്ടായിരുന്നു എന്നും പെൻഗ്വിൻ വ്യക്തമാക്കുന്നു. അതേസമയം സോണിയാഗാന്ധി നടത്തിയ ചർച്ചകളുടെ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല എന്നുകൂടി പെൻഗ്വിൻ പറയുകയാണ്. അതായത് പെൻഗ്വിൻ വിശദീകരിക്കുന്നത് തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പറഞ്ഞ മാറ്റങ്ങൾ വരുത്താനടക്കം പറഞ്ഞത് ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് എന്താണ്. ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാന ഏടുകളടക്കം ഉൾക്കൊള്ളുന്നതായിരിക്കും സോണിയാഗാന്ധിയുടെ പുസ്തകം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണോ പെൻഗ്വിൻ ഇത്തരത്തിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടത് എന്നടക്കമുള്ള സംശയങ്ങളൊക്കെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം നേരത്തെ എം നരവയുടെ ഷോർട്ട് സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം വലിയ തരത്തിൽ വിവാദം ആയിരുന്നു. അതിനുശേഷം കേന്ദ്ര ഏജൻസികളടക്കം പെൻഗ്വിൻ ഇന്ത്യയെ വേട്ടയാടുകയും ചെയ്തതാണ്. അതുകൊണ്ടൊക്കെ എന്താണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ താല്പര്യം കൂടി പരിഗണിച്ചാണോ പെൻഗ്വിൻ ഇതിൽ ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചതൊക്കെ റിപ്പോർട്ടുകൾ അത്തരത്തിൽ വിമർശനങ്ങൾ ഉയർന്ന ഇടയിലാണ് എന്താണെങ്കിലും പെൻഗ്വിൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് മാറ്റങ്ങൾ നിർദ്ദേശിച്ച അതൊരു സ്വാഭാവിക പ്രക്രിയയുടെ ഭാഗം മാത്രമാണ് എന്നാണ് പെൻഗ്വിൻ വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ. ശരി.